ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഇത് അലോവേരയും ഫ്രഷ് അലോവേരയും തേങ്ങാപ്പാലും വെച്ചിട്ടുള്ള സോപ്പാണ്. അപ്പോൾ ഇതെനിക്കൊരു ഓർഡർ കിട്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വേറൊരു ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അത് ഷിയ ബട്ടറും ഗോട്ട് മിൽക്കും കൂടി വെച്ചിട്ട് ചെയ്തതാണ്. അത് ഒരു സോപ്പിൻ്റെ ആയിരുന്നു. അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം ഇത് ഞാൻ വീഡിയോയിൽ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കണമായിരുന്നു. അപ്പം ഇത് നല്ല ഡബിൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ളൊരു സോപ്പ് ബേസ് വെച്ചിട്ടാണ് കേട്ടോ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ ബേസിൻ്റെ നല്ല ക്വാളിറ്റി ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. മോശം ക്വാളിറ്റിയിലുള്ള സോപ്പ് ബേസൊക്കെ ഒരു യെല്ലോ കളറിലേക്ക് വരും. ചെറിയൊരു ഓഫ് വൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറച്ചുകൂടി ഒരു യെല്ലോ കളറിലേക്കൊക്കെ വരുമ്പോൾ അത് ഒരിക്കലും നിങ്ങൾ ആ സോപ്പ് ബേസ് എടുക്കരുത് കേട്ടോ. അപ്പം ഇത് ഇത്തിരി റേറ്റ് കൂടിയ സോപ്പ് ബേസാണ്. അപ്പം ഞാൻ എൻ്റെ കസ്റ്റമറോട് ഞാൻ ചോദിക്കും ഏത് സോപ്പ് ബേസാണ് വേണ്ടതെന്ന് ഞാൻ ചോദിക്കും. ഇത് ഡബിൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോപ്പ് ബേസാണ്. എൻ്റെ കയ്യിൽ നോർമൽ സോപ്പ് ബേസ് ഉണ്ട് കേട്ടോ. ഇതിപ്പം കുഞ്ഞു ബേബീസിന് വരെയും ഇതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കാം. നല്ല ബേസാണത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ കറണ്ട് ഇല്ല, അപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ സോപ്പ് കൊടുക്കുകയും വേണം. അലോവേര ആണെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാനും പറ്റില്ല. പിന്നെ ഞാനൊരു കണക്കിനൊക്കെ അതിൻ്റെ ജ്യൂസ് എടുത്തത്. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഫ്രഷ് തേങ്ങാപ്പാലല്ല ഇതിൽ ചേർത്തേക്കണേ. എനിക്ക് ഫ്രഷ് ചേർക്കണേനേക്കാളും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് തേങ്ങാപ്പാലിൻ്റെ പൗഡർ ചേർത്തപ്പോഴാണ് കേട്ടോ. ഈ ഫ്രഷ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റും ഉണ്ടാവണോണ്ടാണോന്ന് എനിക്കറിയില്ല. എനിക്ക് കൂടുതലും നല്ലതായിട്ട് തേങ്ങാപ്പാൽ പൗഡർ ചേർത്തപ്പോഴാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. അപ്പം ഞാൻ അലോവേര ഫ്രഷ് എടുത്ത് തേങ്ങാപ്പാൽ അതിൻ്റെ പൗഡറാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ബേസ് കണ്ട അത്രക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബേസാണ്. നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബേസ് ആകുമ്പോൾ നമുക്ക് സോപ്പിന് ഒരു പ്രശ്നം വരില്ല. സോപ്പ് അലന്ന് പോകുമോ ഒന്നും വരില്ല. നല്ല ബലം ഉണ്ടാവും സോപ്പിന്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു സോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ട് അതിൽ ഒരുപാട് കമൻസും ഒരുപാട് പേര് വിളിക്കുകയും എല്ലാം ചെയ്തു. എനിക്കതിൽ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കതിൽ. അപ്പോൾ ഞാൻ ഫ്രഷ് അലോവേര എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ കുത്തിച്ചാരിയൊക്കെ വെച്ചതാണ് അതിൻ്റെ യെല്ലോ കളറിലെ ഫ്ലൂയിഡ് പോകാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് പിന്നെ അതിൻ്റെ ജെല്ല് എടുക്കണേണ്, ഫ്രഷ് എടുക്കണേണ് ഞാൻ. അപ്പോൾ ഞാൻ ഇതും കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ചൊറിച്ചിലൊന്നും വരാതിരിക്കാനായിട്ട്. ഞാനിത് ഒരു കണക്കിന് ചെറിയ പീസായിട്ട് അരിഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ ആദ്യം ഒന്ന് അരിപ്പയിലിട്ടൊന്ന് ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ നോക്കി. അത് കിട്ടിയില്ല. പിന്നെ തുണിയിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുകയും ചെയ്തത്. അപ്പോഴാണ് ജ്യൂസ് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് അടിക്കാത്തത് കൊണ്ട്. ഇത് ഞാൻ അരിപ്പയിൽ ആദ്യം ഇടണേണ്. അത് എൻ്റെ ശ്രമം വിജയിച്ചില്ല. എന്നിട്ട് ഞാനൊരു തുണിയിൽ പിഴിഞ്ഞെടുത്തിട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തേങ്ങാപ്പാലിൻ്റെ പൗഡറാണ്. അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും. ഇത് ഒത്തിരി നേരം കൊണ്ടാണ് ഞാനിതൊന്ന് ഇളക്കിയത്, മിക്സാക്കി എടുത്തത്. ഇത് നമുക്ക് ഫ്രഷ് അലോവേര ആയതുകൊണ്ട് അതിൻ്റെ ആ വഴുവഴുപ്പ് നല്ലോണം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇത് രണ്ടും കൂടി മിക്സായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അളവ് പറഞ്ഞില്ലല്ലോ. ഞാനൊരു 1/2 കിലോയിൽ കൂടുതൽ ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 600 ഗ്രാമോളം ബേസ് ഉണ്ട്. ഇനി ഇതിലേക്കൊരു 4 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങനെ ഓവറായിട്ട് നമ്മൾ സോപ്പിന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഒരു ഗുണവും കിട്ടൂല കേട്ടോ. ഇത് നമ്മൾ ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സോപ്പ് അതിനനുസരിച്ച് ബലമില്ലാണ്ടൊക്കെ ആയിപ്പോവും. പിന്നെ അതൊരു സോപ്പിന് തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ അപ്പോൾ ആവശ്യത്തിന് സാധനങ്ങൾ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പും നല്ലതായിട്ട് ഈട് നിൽക്കും. സോപ്പിന് നല്ല ബലവും ഉണ്ടാവും, നല്ലതായിട്ട് ഈട് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇത് ഒത്തിരി നേരം കൊണ്ടാണ് ഞാനൊന്ന് മിക്സാക്കി എടുത്തത്. അപ്പോൾ അടികട്ടിയുള്ളൊരു പാത്രത്തിലാണ് എപ്പോഴും ഇത് മറ്റേ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അത് വീഡിയോയിൽ വന്നില്ല, ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ കാണിക്കണുണ്ട് പിന്നീട്. ഇത് ബേസിലും ഒന്ന് മെൽറ്റായി കിട്ടാൻ ഒത്തിരി താമസം വന്ന് കുറേ നേരം ഇട്ടൊന്ന് ഇളക്കേണ്ടി വന്നിട്ടോ. അപ്പോൾ നമ്മുടെ അലോവേരയും തേങ്ങാപ്പാൽ പൗഡർ അതുപോലെ ഗ്ലിസറിൻ വൈറ്റമിൻ ക്യാപ്സ്യൂൾ എല്ലാം കൂടി മിക്സ് ചെയ്താൽ. പിന്നെ ഇത് സ്മെല്ലാണ് കേട്ടോ. ഞാനിതുപോലെ സ്മെല്ല് ഇങ്ങനെ 1 കിലോ 1/2 കിലോ ഒക്കെ വെച്ചിട്ടാണ് വാങ്ങണത്. 1 ലിറ്റർ 1/2 ലിറ്ററൊക്കെ വെച്ചിട്ടാണ് വാങ്ങണത് കേട്ടോ, ഹോൾസെയിലായിട്ട്. അപ്പോൾ ഇത് വൈറ്റ് ഊത് എന്ന് പറയണ ഒരു സ്മെല്ലാണ്. ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ സ്മെല്ല്. സോപ്പ് തീർന്ന വരെയും ഇതിൻ്റെ സ്മെല്ലുണ്ടാവും. വാഷ്റൂമിലൊക്കെ കയറുമ്പോഴൊക്കെ നല്ല സ്മെല്ല് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇതിൻ്റെ നല്ല സ്മെല്ലാണത്. അപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ച ശേഷം മാത്രം സ്മെല്ല് ചേർക്കുക, അല്ലെങ്കിൽ പിന്നെ ആവിയിലിരുന്ന് ആ സ്മെല്ല് പുറത്തേക്ക് പോകും. പിന്നെ ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണെങ്കിൽ പോലും ഇതൊരു 110ഒക്കെ സോപ്പിൻ്റെ വെയിറ്റൊക്കെ വരാറുണ്ട് കേട്ടോ, 110 ഗ്രാമൊക്കെ. എന്നാലും ഞാൻ നിറയെ എപ്പോഴും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എപ്പോഴും ഇതിലൊന്നും ഞാനങ്ങനെ ലാഭം നോക്കാറില്ല. അപ്പോൾ ഒരു 6 സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നും ചെയ്യണില്ല കേട്ടോ. റബ്ബിങ് ആൽക്കഹോൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാനത് അടിച്ചു കൊടുക്കണില്ല. അപ്പോൾ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്, നല്ല ബലവും നല്ല ഉറപ്പൊക്കെയുള്ള നല്ല സോപ്പാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ നല്ല ബേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സോപ്പ് സെയിൽ ചെയ്യാം. സോപ്പിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇന്നലത്തെ എൻ്റെ സോപ്പിൻ്റെ ഓർഡറായിരുന്നു, ഈ അലോവേരയുടെ സോപ്പ്. ഇത് കൂടാതെ ഒരു ഗോട്ട് മിൽക്കും ഷിയാ ബട്ടറും കൂടിയിട്ടുള്ള ഒരു സോപ്പിൻ്റെയും കൂടിയും ഓർഡർ ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു സോപ്പിൻ്റെ ഉണ്ടായുള്ളൂ, അത് കാരണം പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളി സോപ്പാണ്, നല്ല സ്മെല്ലുമാണ് കേട്ടോ. അപ്പോൾ സോപ്പ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ വാട്സപ്പിൽ. അതുപോലെ സോപ്പ് ബേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.